നമുക്കിവിടെ വരാൽ കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വരാലിൻ്റെ രണ്ട് സൈഡും തല വെട്ടിയതിന് ശേഷം രണ്ട് സൈഡും നമ്മളിതുപോലെ വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം നമുക്കതിനെ തൊലി ഉരിച്ചെടുക്കാം. അതിന് നമുക്ക് വേണ്ടുന്നത് നമുക്കൊരു കോട്ടൺ തുണിയാണ് വേണ്ടത്. കോട്ടൺ തുണി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഇതേ 2-3 പേരും എനിക്ക് കൂട്ടിരിപ്പുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കാം. അതിനാണ് ഈ കോട്ടൺ തുണി വെച്ച് പിടിക്കുന്നത്. കോട്ടൺ തുണി വെച്ച് പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വഴുതി പോകത്തില്ല. അന്നേരം ഇതുപോലെ താഴ്ന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ മാംസമെല്ലാം അതുപോലെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ മാംസം ചിലപ്പോൾ തൊലിയിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കതെല്ലാം വൃത്തിയായിട്ട് എടുക്കാം. അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, കാന്താരി മുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം, ഗ്രാമ്പു, പട്ട, പിന്നെ കറിവേപ്പില, ഉപ്പ്, വിനാഗിരി, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കതെല്ലാം ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഞാനൊരു 2-3 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അതിന് നമുക്ക് പാത്രം അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ പുരട്ടി വച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് പൊരിച്ച് കോരി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി വരാൽ പൊരിച്ചതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് അയക്കണേ, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ.